തിരുദൂതർ ചോദിച്ചു, അല്ല സഹാബത്തെ, ഒരു മുഖമൂടി ഇട്ടുകൊണ്ട് ഒരാൾ വന്നിരുന്നല്ലോ, അയാളല്ലേ നമ്മുടെ യുദ്ധം വിജയിക്കാൻ കാരണം? ആ വ്യക്തിയെ ഒന്ന് നമുക്കൊന്ന് തെരഞ്ഞു നോക്കണ്ടേ? ആ വ്യക്തിയെ ഒന്ന് തെരഞ്ഞു നോക്കണ്ടേ? അള്ളാന്റെ റസൂലും സ്വഹാബത്തും കൂടി ആ വ്യക്തിയെ തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അള്ളാന്റെ റസൂലതാ മുഖമൂടിയിട്ട ആളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ മുഖമൂടി മാറ്റിയപ്പോ സുബ്ഹാനല്ലാഹ്, ആരാണ് കിടക്കുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. നാളെ നിക്കാഹിന്റെ പന്തലിൽ ഇരിക്കേണ്ട മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ റസൂല് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കണ്ണുകൾ നിറച്ച് കൊണ്ട് മുത്ത് റസൂൽ ചോദി, കൺമണിയെ നിന്നെ വിളിച്ചതെന്ത് ചേതി, കത്തിലെങ്കും മണിയറയിൽ നിന്നെ ഓരോ മാതി, കാത്തിരിപ്പുണ്ടവിടെ എത്താൻ നിന്നിലില്ലേ പൂതി. കണ്ണുകൾ നിറച്ച് കൊണ്ട് മുത്ത് റസൂൽ ചോദി, കൺമണിയെ നിന്നെ ആർ വിളിച്ചതെന്ത് ചേതി, കത്തിലെങ്കും മണിയറയിൽ നിന്നെ ഒരു മാതി, കാത്തിരിപ്പുണ്ടവിടെയെത്താൻ നിന്നിലില്ലേ പൂതി. പൊന്നു സദേ എന്തിനീ നീ ഈ കളത്തിൽ വന്നു, പൊന്നെ നിന്റെ റൂഹ് പോയ തടി ഞാൻ കാണുന്നു, പൂതി മാറിയോ മണിയ റയിലെത്താൻ നിന്റെ, പൊന്നു സദേ നിന്നെ കണ്ട് കണ്ണു നീറഞ്ഞെന്റെ, ഏറെ ജനം കൂടി മയ്യ തുമ്മദാവാഹിച്ചോ, മാറിടാത്ത വേദനയാൽ കണ്ണുകൾ നീറച്ചോ, പൊന്നു നാരി യാം സുമയ്യ നോക്കി നിന്നിടുന്നു, അന്ന് നാരി ഓർത്ത് ഓർത്ത് ഏറെ കരയുന്നു. കണ്ണുകൾ നിറച്ച് കൊണ്ട് മുത്ത് റസൂൽ ചോദി, കൺമണിയെ നിന്നെ ആർ വിളിച്ചതെന്ത്